ഹായ് നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാടുള്ള മഹീന്ദ്ര ഇറ മോട്ടോർ ഷോറൂമിലാണ്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാട് മുണ്ടൂരാണ്. ഇതാണ് നമ്മുടെ ഷോറൂം വരുന്നത്. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം XUV 3XO നമ്മുടെ ഒരു വണ്ടി സ്റ്റോക്ക് ഉണ്ട്. ഏകദേശം 25 ആഴ്ച എന്ന് പറഞ്ഞാൽ നമുക്കൊരു 6 മാസത്തോളം വെയിറ്റിംഗ് പീരീഡ് വരുന്നൊരു വെഹിക്കിളാണ് XUV 3XO. അപ്പോൾ നമ്മുടെ കയ്യിലൊരു വെഹിക്കിൾ റെഡിയിൽ സ്റ്റോക്ക് ഉണ്ട്. കളറ് ഡൂൺ ബീച്ച് ആണ്. നമ്മൾ വെഹിക്കിൾ കാണിച്ചു തരാം. ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഫുള്ളായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഒരു മോഡൽ XUV 3XO MX3 പെട്രോൾ മാനുവലാണ് ഈ കാണുന്ന മോഡൽ. നമുക്ക് 1200 cc എഞ്ചിനാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. 200 Nm ടോർക്കും 111 PS പവറുമാണ് നമുക്ക് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഏകദേശം 18.8 ആണ് കമ്പനി പറയുന്ന മൈലേജ്. നമുക്ക് ഔട്ടർ ലുക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. നമുക്ക് 16 ഇഞ്ചിൻ്റെ സ്റ്റീൽ വീലാണ് വരുന്നത്. പക്ഷേ വീൽ കപ്പ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൾ വീൽ ഡിസ്ക് ബ്രേക്കാണ്. 4 വീലിലും നമുക്ക് ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ABS വിത്ത് EBD ബ്രേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നമ്മൾ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നൊരു 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളൊരു വാഹനം കൂടിയാണ് XUV 3XO. പിന്നെ നമുക്ക് റിയർ നോക്കുന്ന സമയത്ത് നമ്മുടെ ടെയിൽ ലാമ്പ് വരുന്നത് LED ടെയിൽ ലാമ്പാണ് വരുന്നത്. അതുപോലെ നമുക്കൊരു റിഫ്ലക്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിയർ പാർക്കിംഗ് സെൻസർ നമുക്ക് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മഹീന്ദ്ര 3XO എന്നുള്ളൊരു ബാഡ്ജിങ് നല്ല വൃത്തിയായിട്ട് ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ട് സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ആൻറ്റിന വരുന്നത് നമുക്ക് FM എല്ലാം യൂസ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാനാണ് ഈ ഒരു ആൻറ്റിന കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് റിയർ സീറ്റ് ഒന്ന് പരിചയപ്പെടാം. റിയർ ഇതിലേക്ക് നമ്മൾ ഡോറ് തുറന്ന് അകത്തേക്ക് കയറുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് പവർ വിൻഡോൻ്റെ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ ഫുള്ള് വൈറ്റ് ആയിരുന്നു. ഇപ്പോൾ വരുന്ന മോഡലിൽ ഇവിടെ ബ്ലാക്കാണ് വരുന്നത്, വൈറ്റ് അല്ല. പിന്നെ അതുപോലെ തന്നെ 1 ലിറ്ററിൻ്റെ ബോട്ടിൽ ഹോൾഡർ നമ്മൾ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. 1 ലിറ്ററിൻ്റെ ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് നമുക്കുണ്ട് വരുന്നുണ്ട്. സീറ്റ് വരുന്നത് 5 സീറ്ററാണ്. നമുക്ക് ഫാബ്രിക് അപ്പോൾസറിയാണ് വരുന്നത്. ചളിയാവുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നല്ലൊരു സീറ്റും അത്യാവശ്യം നല്ല കുഷനിങ് വരുന്നുണ്ട്. നമ്മൾ റിയർ സീറ്റിലേക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ളൊരു ക്യാബിനാണ് കൊടുത്തിരിക്കുന്നത്. 2600 വണ്ടിയുടെ വീൽ ബേസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാബിൻ സ്പേസ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും. പിന്നെ നമുക്ക് റിയർ AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട്. പിന്നെ നമുക്ക് മൊബൈൽ ചാർജിങ്ങിൻ്റെ ഒരു പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് തൊട്ട് താഴെയായിട്ട് നമുക്ക് 12 വോൾട്ടിൻ്റെ ചാർജിങ് പോയിൻ്റാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സീറ്റിൻ്റെ പുറകിലായിട്ട്, ഡ്രൈവർ സീറ്റിൻ്റെ പുറകിലായിട്ട് നമുക്ക് നോട്ട്ബുക്ക്, മാഗസിൻ, നമ്മുടെ ലാപ്ടോപ്പ് എന്ത് വേണമെങ്കിലും ഈ ഒരു ഭാഗത്തായിട്ട് വെക്കാൻ പറ്റും. സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ വേരിയൻറ്റിലും 6 എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. LED അല്ല, സാധാ ഹാലജൻ ബൾബാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ പിടിച്ച് കയറാനായിട്ടൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു എന്താ പറയുക വിപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സൺറൂഫ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനത് കാണിച്ചു തരാം. പിന്നെ എയർ ബാഗ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് മൊത്തം ഓരോ പില്ലറിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മൊത്തം 6 എയർ ബാഗ്. പിന്നെ ഡ്രൈവർ സൈഡും ഡ്രൈവർ സൈഡിൻ്റെ ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുൻവശത്തെ ഡോറ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഡോർ പാഡിലായിട്ട് നമുക്ക് 4 ഡോർ പവർ വിൻഡോ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡോർ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനുള്ള സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്വിച്ച് വരുന്നത് റിയർ പവർ വിൻഡോ ലോക്ക് ചെയ്യാനുള്ള സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് റിയർ ആയിട്ട് നമുക്ക് അവർക്ക് പാസഞ്ചർക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ആ ഒരു സ്വിച്ചാണ്. പിന്നെ ഓട്ടോ ഡൗണിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വിൻഡോ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡൗൺ ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്വിച്ചാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സ്വിച്ച് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ORVM മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു സ്വിച്ചാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അകത്ത് കയറി നോക്കാം. നമുക്ക് അകത്ത് വരുന്ന സമയത്ത് അതിമനോഹരമായിട്ടുള്ളൊരു ഇൻറ്റീരിയർ തന്നെയാണ് ഈ മഹീന്ദ്ര XUV 3XOയിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് പോകുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് ക്രൂയിസ് കൺട്രോള്, അതുപോലെ തന്നെ വോയിസ് കമാൻഡിങ് സിസ്റ്റം, ഇതെല്ലാം ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നുണ്ട്. മ്യൂട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് ഈ ഒരു സിസ്റ്റം കൺട്രോൾ ചെയ്യാനുള്ള ഒരു സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. കാണിച്ചു തരാം. ഇവിടെ നമുക്ക്
അതുപോലെ തന്നെ നമുക്ക് XUV3XO ഉണ്ട്. ഇൻഫോടൈം സിസ്റ്റം വരുന്നത് ഫുൾ HD ആണ് വരുന്നത്. നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ സപ്പോർട്ടാണ്. ആൻഡ്രോയിഡ് ഓട്ടോ നമുക്ക് ബ്ലൂടൂത്ത് വഴിയും, ആപ്പിൾ കാർപ്ലേ വന്നിട്ട് നമുക്ക് വയർഡ് ആയിട്ടാണ് കണക്ട് ആവുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. AC വെൻ്റ് കൊടുത്തിരിക്കുന്നത്, AC-യുടെ ഇതായിട്ട് കൊടുത്തിരിക്കുന്നത് മാനുവലായിട്ടാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട് ഈ വെഹിക്കിളിൽ. സൺറൂഫ് കാണിച്ചു തരാം. ഒരു ഫാമിലിക്ക് നല്ലൊരു വണ്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ XUV3X എടുക്കാവുന്നതാണ് കേട്ടോ. കാരണം 2-3 കാര്യങ്ങളുണ്ട് പ്ലസ് പോയിന്റ്. ഒന്ന്, സേഫ്റ്റി, 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വെഹിക്കിളാണ്. പിന്നെ മൈലേജ് നമുക്ക് 18.8 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നൊരു കാര്യം എന്ന് പറയുന്നത് നല്ല പവർഫുൾ ആയിട്ടൊരു എൻജിൻ കൂടി ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എൻജിൻ റൂം ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മളെ XUV3XOൻ്റെ എൻജിൻ റൂം വരുന്നത്. വളരെ വൃത്തിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ബാറ്ററി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് എയർ ഫിൽറ്ററിൻ്റെ ഒരു ഇതാണ് വരുന്നത്. നമുക്ക് എൻജിൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1200 cc എൻജിനാണ് ഈ വെഹിക്കിളിൽ കൊടുത്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് 200 Nm ടോർക്കും 111 PS പവറുമാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് XUV3Xൻ്റെ മുൻവശമാണ് ഈ കാണുന്നത്. നമുക്ക് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കൊടുത്തിരിക്കുന്നത്, ഹാലജൻ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. DRL നമുക്ക് ഫുൾ ഫങ്ഷനിലല്ല, നമുക്ക് പാർക്ക് ലൈറ്റ് ഇടുന്ന സമയത്താണ് ഈ ഒരു DRL വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇൻഡിക്കേറ്റർ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് മുൻവശത്തായിട്ട് ഇവിടെ ഗ്രില്ലിൽ നമുക്ക് ക്രോം ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 1 2 3 4 ഗ്രില്ലിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. മഹീന്ദ്ര ലോഗോ വരുന്നുണ്ട്, അതും ക്രോം ഫിനിഷിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. XUV3XOൻ്റെ ബൂട്ട് സ്പേസ് ഞാൻ കാണിച്ചു തരാം. XUV3XOൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് നമുക്ക് 364 ലിറ്ററാണ് വരുന്നത്. വിശാലമായിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് തന്നെ നമുക്ക് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സീറ്റ് നമുക്ക് 60-40 സ്പ്ലിറ്റഡ് സീറ്റാണ് വരുന്നത്. 2 സീറ്റ് നമുക്ക് മറിച്ചിടാൻ പറ്റും. ഓക്കെ, ഇത് പൊക്കിയിട്ട് ജസ്റ്റ് ഡൗൺ ചെയ്താൽ മതി. പിന്നെ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ റിയർ ഹെഡ് റെസ്റ്റും വരുന്നുണ്ട്. 2 സീറ്റിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനം എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതാണ്. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താലും മതി. നമ്മുടെ ഷോറൂം ലൊക്കേഷൻ വരുന്നത് പാലക്കാട് മുണ്ടൂരാണ്. നമുക്ക് XUV3XO മാത്രമല്ല, നമ്മുടെ കയ്യിൽ ഒരുപാട് വെഹിക്കിൾസ് സ്റ്റോക്ക് ഉണ്ട്. മഹീന്ദ്ര സ്കോർപിയോ N ആണ്. ഇതും 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു വെഹിക്കിളാണ്. ഇത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതാണ്. XUV3XO MX3 Pro വേരിയൻ്റ് ആണിത്. നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്നത് നമുക്ക് ഫ്രണ്ടത്തെ ഈ ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് നമുക്ക് വരുമ്പോൾ ഇത് പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ്. വൈറ്റ് കളറിലായിരിക്കും വരിക. പിന്നെ നമുക്ക് വെക്ടർ വീൽ കൊടുത്തിട്ടുണ്ട്. MX3 പ്രോയിലേക്ക് വരുമ്പോൾ വെക്ടർ വീൽ വരുന്നുണ്ട്. പിന്നെ റിയർ ടെയിൽ ലാമ്പിലാണ് പിന്നെ മാറ്റം വരുന്നത്. നമുക്ക് MX3യിലാണ് സമയത്ത് MX3യിൽ ഒരു സൈഡിൽ മാത്രമായിട്ട് ഈ ഒരു സൈഡ് മാത്രമേ വരുന്നുള്ളൂ. MX3 പ്രോയിലേക്ക് വരുന്ന സമയത്ത് ഇൻഫിനിറ്റി ടെയിൽ ലാമ്പായിട്ട് ഫുൾ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ബൊലോറോ നിയോ വേരിയൻ്റ് ആണ്. N10 ആണ് ഈ ഒരു മോഡൽ. ഓക്കെ, അപ്പോൾ നമ്മൾ അധികം വലിച്ചു നീട്ടുന്നില്ല, വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നവരെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അടുത്തൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത് MX1 താർ റോക്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വെഹിക്കിൾ എത്തിയിട്ടില്ല, അടുത്ത ലോഡിൽ എത്തുന്നുണ്ട്. ഓക്കെ, എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.